സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗണിന് ഫോളോ അപ്പ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ യൂറോപ്പ് ആണെങ്കിലും അമേരിക്കൻ മാർക്കറ്റ് ആണെങ്കിലും ഏഷ്യൻ മാർക്കറ്റ് ആണെങ്കിലും 10-12% റെഡാണ്. കൊറോണയ്ക്ക് എങ്ങനെയാണോ ക്രാഷ് ചെയ്തത് അതുപോലെയാണ് മാർക്കറ്റ് ഇന്ന് ക്രാഷ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആലോചിക്കേണ്ട 5% എന്ന് തിരിച്ചു കയറും ഇതിന്റെ റിക്കവറി 21,800 എന്ന് പറയുന്ന ലെവൽ. അപ്പോൾ ഇന്നത്തെ ലോ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് വന്ന സിംഗിൾ ലോന്റെ ലോന്റെ താഴത്താണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ. ഇന്ന് രാവിലെ നിഫ്റ്റി എടുത്ത് നോക്കിയപ്പോൾ എന്താ പറയാ, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ബ്ലാക്ക് മൺഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശം ഒരു തിങ്കളാഴ്ചയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ നിഫ്റ്റിക്ക്. അതെ, 1100 പോയിന്റിന്റെ 1200 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ്. ശരിക്കും നമ്മൾ മൺഡേ മീൻസ് ഫ്രൈഡേ പറഞ്ഞ് നിർത്തിയില്ല. തിങ്കളാഴ്ച മാർക്കറ്റിന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ നോക്കിയിരിക്കേണ്ട വരും. അതെ, പക്ഷെ എന്നാലും ഒരു 1-2% നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ 4.9% അടുത്ത് കംപ്ലീറ്റ് 5% ഗ്യാപ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ട്രംപിന്റെ ഉദ്ദേശം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ ആ ഒരു കള്ളത്തരം പോലെയാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് അല്ലേ. ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അത് തന്നെയാണ് വീണ്ടും തോന്നുന്നത്. ഈ ട്രംപ് ഇത്തരത്തിലൊരു നയമായിട്ട് വരികയാണ്. അപ്പോൾ ട്രംപ് പറയുന്നത് എന്താണ്, ഈ പറയുന്ന കമ്മോഡിറ്റീസ്, അതായത് അങ്ങോട്ടൊരു സാധനം കൊണ്ട് പ്രൊഡക്റ്റുകളിൽ മാത്രമാണ് അമേരിക്ക പുറകിൽ നിൽക്കുന്നത്, അവരെ ഡിപ്പെൻഡ് ചെയ്താണ്, അവിടെ വിട്ടിട്ടാണ് എല്ലാ ആൾക്കാരും വിജയിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു സോഫ്റ്റ്വെയർ ബാങ്കിങ് മേഖലയൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ, സർവീസ് മേഖല കൂടി നോക്കുകയാണെങ്കിൽ യുഎസിന് ഇത്ര വലിയ ഡെഫിസിറ്റ് ഇല്ല. ഇത് ചുമ്മാ മറ്റു രാജ്യങ്ങൾക്കിട്ട് പണി കൊടുക്കാനായിട്ട് അമേരിക്ക ഇറക്കിയിരിക്കുന്ന പരിപാടിയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നത്, ഇന്ത്യ ഇതിൻ്റെ അകത്ത് ശക്തമായിട്ട് പ്രതികരിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ നെഗോസിയേഷൻസ് നടത്താനാണ് ശ്രമിക്കുന്നത്. ഐ തിങ്ക് ദിസ് ഈസ് വെരി നൈസ് മൂവ് എന്നുള്ളതാണ്. പക്ഷെ ചൈന അങ്ങനെയൊന്നല്ല ചെയ്ത്, ചൈന തിരിച്ച് 35% തിരിച്ചിട്ടൊരു പണി കൊടുത്തതാണ് ഇന്ന് മാർക്കറ്റിൽ കണ്ട ഒരു വീഴ്ച. യൂറോപ്പ് ആണെങ്കിലും അമേരിക്കൻ മാർക്കറ്റ് ആണെങ്കിലും ഏഷ്യൻ മാർക്കറ്റ് ആണെങ്കിലും 10-12% റെഡാണ്. കൊറോണയ്ക്ക് എങ്ങനെയാണോ ക്രാഷ് ചെയ്തത് അതുപോലെയാണ് മാർക്കറ്റ് ഇന്ന് ക്രാഷ് ചെയ്യുന്നത്. ഒരൊറ്റ പോസിറ്റിവിറ്റി, ഇന്നത്തെ ലോ പിന്നീട് ബ്രേക്ക് ചെയ്തിട്ടില്ല. മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ ചാർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിക്കവറി മാർക്കറ്റിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 3 മണിക്കാണ്. നമ്മൾ ഒരു 12:30 ശേഷമുള്ള റിക്കവറി, ഒരു ഡബിൾ ബോട്ടം സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കിയിട്ട് 3 മിനിറ്റിലാണ് ഞാൻ പറയുന്നത്. റിക്കവറി ആക്ച്വലി ഒരു നല്ല റിക്കവറിയാണ്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുന്നതെന്ന് ഒരു കാരണവശാലും ഒന്നും പറയാൻ പറ്റുന്നില്ല. നമുക്കറിയാം, നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന 21,800 എന്ന് പറയുന്ന സ്പോട്ട് റീടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും 21,800 മുമ്പ് വന്നിരുന്നു അല്ലേ. കഴിഞ്ഞ ഫാളിൽ വന്നു. അവിടെ തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ട് ഒന്നും എന്താ പറയാ, പെട്ടെന്നൊരു റീടെസ്റ്റ്. നമ്മൾ ആലോചിക്കേണ്ട 5% എന്ന് തിരിച്ചു കയറും എന്നുള്ളത്. ഇതിന്റെ റിക്കവറി സൂൺ ആണെന്നാണ് എൻ്റെ ഒരു നോക്കുമ്പോൾ. ഞാൻ ഇതിനു മുമ്പും March 20 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഡേറ്റ്സ് പറയുന്നത്, ഞാനിത് ഏകദേശം ഉള്ളൊരു എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മെയ് 6th വരെ ഒരു ചെറിയൊരു സൈഡ് വൈസ്, അതായത് ഈ ലെവൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 21,800 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റുകൾക്കോ ഈ പറഞ്ഞതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഈ ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത, ഒന്ന് പേടിപ്പിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ ഈസ് ഓസം എന്നുള്ളതാണ്. ഞാൻ ഫിൻ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ഒക്കെ ഈ ഒരു ക്രാഷ് വരികയാണെങ്കിൽ വാങ്ങാൻ ഞാൻ ഓൾറെഡി ഇൻഫോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റുഡൻസ് കാര്യങ്ങളൊക്കെ. കാരണം വളരെ റിസ്ക് റിവാർഡ് കിട്ടി എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് മെറ്റലിന് കൂടിയാണ്. മെറ്റൽ കഴിഞ്ഞ ഒരു റിക്കവറിയിലെ ലീഡർ കൂടിയായിരുന്നു. ആ മെറ്റലിൽ നിന്ന് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ ഇല്ല. അതെ, ഇന്ന് പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ 3% ഡിപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ലെവൽ 21,800 21,500 ലെവലിലെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ May 6th വരെ നമുക്കൊരു സൈഡ് വൈസ് സ്മോൾ ബുള്ളിഷ്നെസ്, അല്ലെങ്കിൽ അവിടെ ഒരു ഇവിടെ തപ്പിത്തടഞ്ഞ് നിൽക്കുന്ന ഒരു മാർക്കറ്റും May 6th ശേഷം അല്ലെങ്കിൽ May 6th കൂടി
മാർക്കറ്റിൽ ആ ഒരു ബുള്ളിഷ്നെസ്, ആ ഒരു ബൈയിങ് സ്ട്രെങ്ത്ത് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ് ടു ജൂൺ 21 വരെ, ഒരു ജൂൺ 20 വരെയൊക്കെ മാർക്കറ്റിൽ ആ ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഒബ്സർവേഷൻ മാത്രമാണ്, ഇത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക എന്നല്ല. ഞാനും ഇത് ഉപയോഗിച്ച് ട്രേഡ് സെറ്റ് ചെയ്യാൻ പറ്റണം, റിസ്ക് റിവാർഡ്സ് സെറ്റ് ചെയ്യാൻ പറ്റുമ്പോഴേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് ഡേറ്റ് അറിയാം, മാർക്കറ്റിൻ്റെ ട്രെൻഡ് അറിയാവുന്നതുകൊണ്ട് കാര്യമില്ല, അതിന് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മാർക്കറ്റിൻ്റെ ഒബ്സർവേഷൻ. ഇന്ന് RBIയുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ബുധനാഴ്ച RBIയുടെ റിപ്പോ റേറ്റ് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഇത്ര വലിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? റിപ്പോ റേറ്റ് കുറയ്ക്കും. ട്രംപിൻ്റെ ആവശ്യം ഇത് തന്നെയാണ്. സെൻട്രൽ ബാങ്ക്, US സെൻട്രൽ ബാങ്ക് ഈ ഒരു ഇഷ്യൂവിൻ്റെ പ്രതി എന്ത് കുറയ്ക്കണം? ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം. അപ്പോൾ എന്താ ഗുണം? കടം മേടിച്ച പൈസയ്ക്ക്, അതായത് US ഗവൺമെൻറ് കടം മേടിച്ച, ഫെഡ് റിസർവ് മേടിച്ച പൈസയ്ക്ക് എന്ത് കൊടുക്കണ്ട? പലിശ. ഇപ്പോൾ ഓൾറെഡി 4% പലിശയുണ്ട്. ഇത് ഗവൺമെൻറ് കൊടുക്കണം. ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഗവൺമെൻറ് ഈ പറഞ്ഞ 4% ഇൻട്രസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ പൈസയിൽ നിന്നാണ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ അത് വലിയ ബാധ്യതയാണ്. മാർക്കറ്റിനെ പൊട്ടിച്ച് താഴെ കൊണ്ടുവന്നാൽ റിപ്പോ റേറ്റ് കുറയ്ക്കുകയും അത് 0 കൊണ്ടുവരികയാണെങ്കിൽ ₹1 പോലും പലിശ കൊടുക്കേണ്ടാത്ത അവസ്ഥയിൽ എത്തുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ കൊണ്ടുവന്ന ഡെപ്പോസിറ്റുകൾ തന്നെ തിരിച്ചു പോവുകയും വലിയ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് US ഗവൺമെൻറ് വളരെ പോസിറ്റീവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ട്രംപ് ഭരണകൂടത്തിന് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. ട്രേഡ് ഡെഫിസിറ്റ് ഇല്ല. ശരിക്കും ട്രേഡ് ഡെഫിസിറ്റ് ഉള്ളത് ഫിസിക്കൽ പ്രൊഡക്ട്സിന് മാത്രമാണ്. എന്നാൽ ഈ പറയുന്ന നമുക്കെല്ലാവർക്കും അറിയാം, ഗൂഗിളും ഫേസ്ബുക്കും ഈ പറയുന്ന ടെസ്ല ഫിസിക്കൽ ഒബ്ജക്റ്റാണ്. അതുപോലെയുള്ള സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സിൽ അവർ ഒത്തിരി എക്സ്പോർട്ട് ചെയ്യുന്നില്ലേ? നമുക്കൊക്കെ തരുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന യൂട്യൂബും ഗൂഗിളും ഒക്കെ പൈസ പോകുന്നത് അമേരിക്ക തന്നെയല്ലേ? അതിന് നമ്മൾ വേറെ ഒരു താരിഫ് വേറെ എക്സ്ട്രാ മേടിക്കുകയൊന്നും ചെയ്തില്ല. നമ്മൾ മേടിച്ചുകൊണ്ടും താരിഫ് കുറച്ച് വരെയും കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൂടി കണക്ക് കൂട്ടുമ്പോൾ അമേരിക്കയായിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഇല്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ട്രേഡ് ഡെഫിസിറ്റിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും അവരുടെ കടക്കെണിയിൽ നിന്ന് അവരുടെ ഗവൺമെൻറ്റിന് രക്ഷപ്പെടാനുമുള്ള ഒരു ഗൂഢതന്ത്രമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇത് വളരെ വെൽ പ്ലാൻഡ് ആണ്. കൃത്യമായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ട്രംപ് രാജാവിനെ പോലെ 4 വർഷം പൂർത്തിയാക്കി ഇറങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. മാർക്കറ്റ് ഇടിയുമ്പോൾ നല്ല കാശുണ്ടാക്കാൻ ട്രംപിന് നന്നായിട്ട് അറിയാം. ട്രംപ് വലിയൊരു ബിസിനസ്മാനാണ്. നമുക്കെല്ലാം അറിയാം. ട്രംപ് കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കോയിൻ ട്രംപ് കയറുന്നതിന് മുൻപേ ട്വിറ്ററിൽ വാങ്ങിക്കോളാൻ പറഞ്ഞ് പോസ്റ്റ് ഇട്ട് പമ്പ് ആൻഡ് ഡംപ് സ്കീമിലൂടെ ട്രംപ് കോയിനിൽ നിന്ന് നല്ല കാശ് ട്രംപ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രിപ്റ്റോയിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രംപ് അത് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലാണ്. അമേരിക്കൻ മാർക്കറ്റിനെ വലിയ രീതിയിൽ ഇടിച്ചുകൊണ്ട് വലിയ രീതിയിൽ താഴ്ത്ത് ബൈ ചെയ്യാനും അല്ലെങ്കിൽ ബിനാമീസിനെ വെച്ച് വാങ്ങാനുമുള്ള ഒരു വലിയൊരു ഗൂഢപദ്ധതി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഗ്ലോബൽ മാർക്കറ്റുകളും ഇടിയുന്നു. ഏഷ്യയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമറായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. ബാക്കി എല്ലാവരും 11-12% ഇടിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ 5%. ഒരു ദിവസം കൊണ്ടാണ് 5%. നാളെ കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് എന്താണ് സുനിൽ നോക്കി കാണുന്നത്? ആ ഒരു മാർക്കറ്റിൽ ഈ ഒരു സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ് ഡൗണിന് ഫോളോ അപ്പ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പക്ഷേ ഈ ലെവൽ ഭയങ്കര അട്രാക്റ്റീവ് ബൈ ആണ്. അപ്പോൾ 21,800 എന്ന് പറയുന്ന ലെവൽ. അപ്പോൾ ഇന്നത്തെ ലോ അല്ലെങ്കിൽ തൊട്ടും പോകുന്ന സിംഗ്ലോൻ്റെ ലോ താഴത്താണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ വലിയ വീഴ്ചകളുണ്ടാകും. എനിക്കൊന്ന് നിങ്ങളെല്ലാവരും എന്താ പ്രതീക്ഷിക്കുന്നത്? മാർക്കറ്റ് ഇനി വീഴുമെന്നാണോ അതോ ഇവിടെ നിന്ന് തിരിച്ചു കയറുമെന്നോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ പോൾ ഇട്ടില്ല ടെലിഗ്രാമിൽ. എനിക്കത് ഇങ്ങനൊരു കാര്യത്തിന് വീണ്ടും പോൾ ഇടാനുള്ള മടിയോട്ടാണ് ഞാൻ ഇടാതിരുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും. പേടിച്ചോ? നിങ്ങൾ ഫിയർ ആയോ? അതായത് ഇപ്പോൾ എന്നെ കുറച്ച് ക്ലയൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു, നിഫ്റ്റി ബീസും ബാങ്ക് ബീസും ബുക്ക് ചെയ്ത് വെക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ആളുകൾ പേടിച്ചിട്ടുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ പക്ഷെ ഞാൻ രാവിലെ ഈ ഒരു ഇത് കണ്ടപ്പോൾ വാങ്ങണം, അയ്യോ കാശൊക്കെ കുറച്ചുകൂടി എനിക്ക് ഭയങ്കര ഇത് വാങ്ങണം അത് വാങ്ങണം. അതുകൊണ്ട് ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ അത്യാവശ്യമൊക്കെ ലോഡ് ചെയ്ത് വെച്ചു. തീർച്ചയായിട്ടും നമ്മളും നല്ല രീതിയിൽ ഫിനാൻസ് സെക്ടറുകളിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ധൈര്യമായിട്ട് ഈ സമയം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പേടിച്ചാൽ നിങ്ങൾ പിന്നെ എപ്പോഴാണ് മേടിക്കുക? നിങ്ങൾ പേടിച്ചിട്ട് നിങ്ങളുടെ നല്ല സ്റ്റോക്കുകൾ വിറ്റൊഴിവാക്കിയാൽ എപ്പോൾ തിരിച്ച് ലോഡ് ചെയ്യും? കൃത്യം ബോട്ടത്തിൽ ലോഡ് ചെയ്യാൻ നിങ്ങൾ ദൈവമല്ലെന്നല്ല, നിങ്ങൾ FISനും സാധിക്കില്ല. ദൈവത്തിന് മാത്രമേ കൃത്യം ബോട്ടത്തിൽ ആഡ് ചെയ്യാൻ പറ്റൂ. ആ ദൈവം ആരാന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. എനിവേസ്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കാതിരിക്കുക. പക്ഷേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞു മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പേടിക്കേണ്ടി വരും. നല്ല സ്റ്റോക്കുകൾ ഡിസ്കൗണ്ടിൽ കിട്ടുന്ന മെഗാ ഓഫർ സെയിലാണ് ഉപയോഗിക്കുക.
തീർച്ചയായിട്ടും മെഗാ ഓഫർ സെയിലാണ്. എനിക്കറിയില്ല എത്ര പേർക്കാണ് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫീൽ ചെയ്തത്, എത്ര പേരാണ് ഫിയർ അടിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളാണ്. അതിനേക്കാളും മറ്റൊരു കാര്യമുണ്ട്. ഇന്നത്തെ ദിവസം പുട്ട് ബൈ ചെയ്ത് വെച്ച ഒരു കോടീശ്വരന്മാരെ ഒന്നും പറയാനില്ല. അല്ല, ഇന്നത്തെ ദിവസമല്ല, വെള്ളിയാഴ്ച പുട്ട് ബൈ ചെയ്ത് ക്യാരി ഫോർവേഡ് ചെയ്ത ആള് ഇന്നിപ്പോ എന്താ പറയാ, ലോകം കീഴടക്കി. ആക്ച്വലി നമ്മൾ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ക്വാർട്ടർലി പേ ഔട്ട് പോകുമായിരുന്നു. അപ്പോൾ പേ ഔട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ OTM പുട്ടിനെ സെല്ല് ചെയ്ത് OTM പുട്ടിനെ ബൈ ചെയ്തുകൊണ്ട് മാർജിൻ ചുമ്മാ യൂസ് ചെയ്യാൻ വേണ്ടി 1 രൂപയുടെ പുട്ടിനെ സെല്ല് ചെയ്തുകൊണ്ട് 1.5 രൂപയുടെ പുട്ടിനെ ബൈ ചെയ്ത് വെച്ചു. മീൻസ് ഈ മാർജിൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് രാവിലെ 1000 പോയിൻ്റ് ഗ്യാപ് ഡൗണിൽ വന്ന് നമുക്ക് ഈച്ച് അക്കൗണ്ടുകളിൽ എല്ലാ അക്കൗണ്ടുകളിലും ഏകദേശം 1.5 ലക്ഷം രൂപ വെച്ച് പ്രോഫിറ്റ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത പോലുമല്ല, എല്ലാ അക്കൗണ്ടുകളിലും 1.5 ലക്ഷം രൂപ വെച്ച് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാർജിൻ പേ ഔട്ട് പോകാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്ത കാര്യത്തിന് വലിയ പ്രോഫിറ്റാണ് നമുക്ക് ആ ഒരു ട്രേഡിങ്. ഇതുപോലെ ഒന്നും അറിയാതെ ബൈ ചെയ്ത് പ്രോഫിറ്റ് കിട്ടിയ കുറേ ആൾക്കാർ ഇന്നുണ്ടാകും. നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ താഴത്തൊക്കെ പുട്ട് ബൈ ചെയ്തു, സെൻസെക്സിൻ്റെ പുട്ടുണ്ട്, നിഫ്റ്റിയുടെ പുട്ടുണ്ട് പറഞ്ഞ ഒത്തിരി കമന്റുകൾ കണ്ടു. അല്ല, നമ്മൾ ഗ്യാപ് ഡൗൺ എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷേ ഈ ഒരു 1000 പോയിന്റിന്റെ എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടായിരുന്നു. ഈ 1 ലക്ഷം രൂപ പ്രോഫിറ്റ് നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുത്തല്ല. അതെ, ഈ ഒറ്റ റീസൺ കൊണ്ട് നമ്മൾ ചെയ്തു വെച്ചതാണ്. എനിവേസ്, പുട്ട് ബൈ ചെയ്ത് ലോട്ടറി അടിച്ചവർ എല്ലാം ഭാഗ്യവാന്മാർ. നിങ്ങളെ ഗ്രൂപ്പിൽ ഇന്ന് ആറാടിക്കോളൂ. അതെ, പക്ഷെ സൂക്ഷിക്കുക, എന്താ പറയുക, ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടിയിട്ട് ചുമ്മാ കൊണ്ടേ കളയരുത്. പലപ്പോഴും ഇങ്ങനെ അറിയാതെ കിട്ടുന്ന പ്രോഫിറ്റ്സ് അടുത്ത ഒരാഴ്ച എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ കാശല്ല, ഇതെന്തായാലും ഇനി അടുത്ത ട്രേഡ് ചെയ്യാം അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ വെറുതെ കിട്ടിയ കാശിന് അടുത്ത റിസ്ക് കൂടുതൽ എടുത്ത് വെറുതെ കിട്ടിയ കാശ് പോകാനുള്ള ചാൻസസ് വെരി ഹൈ. അതെ, അപ്പൊ അവിടെ നിങ്ങൾ അതിന് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റുക. 1 ലക്ഷം 2 ലക്ഷം നിങ്ങൾ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കരുത്, അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് മനസ്സിൽ നിന്ന് കളയാ, ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ ഇതിൽ ഒരാൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഏകദേശം 3 ലക്ഷം 3.5 ലക്ഷം 6 ലക്ഷം കിട്ടേണ്ടതാ, പക്ഷെ ആളുടെ ഒരു എൻട്രി എക്സിറ്റ് കറക്റ്റ് ആയിട്ട് 3 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്. 1.5 ലക്ഷം രൂപയ്ക്കോ 1 ലക്ഷം രൂപയ്ക്ക് എന്തോ ആണ് 3 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ്. 10 ലോട്ട് ക്യാരി ഫോർവേഡ്. അതിനെ നമ്മൾ നേരെ അത് ബുക്ക് ചെയ്ത് പേ ഔട്ട് എടുപ്പിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാഷ് മാറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേടിക്കാതിരിക്കുക. ഈ സമയത്ത് എല്ലാവർക്കും വേണ്ടത് ഒരു ഹാൻഡ് ഹോൾഡിംഗ് ആണ്. നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് ക്വിക്കായിട്ട് ചെയ്തത് ഈ ഒരു ഹാൻഡ് ഹോൾഡിംഗ് തരിക. നിങ്ങൾ ഫിയർ അടിക്കേണ്ട. ഇതുമല്ല, ഇതിനപ്പുറവും മാർക്കറ്റ് കണ്ടതാണ്. കൊറോണ ഇതിനേക്കാൾ അപ്പുറമായിരുന്നു. കൊറോണ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമേ അല്ല. ഒരു വ്യാപാര യുദ്ധം നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ ഇതിന്റെ ഒരു അവസാനം ഈ പറഞ്ഞ പോലെ നമുക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടാണ് എല്ലാവരും ഫിയർ അടിക്കുന്നത്. അതെ, ഇപ്പോൾ എത്ര നാൾ നീണ്ടുപോകും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പണ്ടത്തെ കാലമൊന്നുമല്ല, കാലം മാറി, ചർച്ചകളൊക്കെ പെട്ടെന്ന് നടക്കും, ഡിസിഷൻസൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ ആരും തന്നെ പേടിക്കേണ്ടതില്ല, ഒരു ഹോൾഡിങ്ങും വിറ്റ് ഒഴിവാക്കേണ്ടതില്ല, ഫിയർ അടിക്കാതെ മാർക്കറ്റിൽ നിൽക്കുക. ഈ ഹാൻഡ് ഹോൾഡിംഗ് ട്രേഡ് ടോക്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നു. ഈ ഹാൻഡ് ഹോൾഡിംഗ് ആണ് ഈ സമയത്ത് എല്ലാ ആൾക്കാർക്കും വേണ്ടത്. ഈ ഒരു മാർക്കറ്റ് ക്രാഷിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ടിരിക്കുക. ഇവർക്ക് വേണ്ടതും ഒരു ഹാൻഡ് ഹോൾഡിംഗ് തന്നെയാണ്. എല്ലാവരും മാർക്കറ്റ് ഇടിഞ്ഞു എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടിരിക്കുക. നല്ല വാല്യുവേഷനിൽ 3 മണിക്ക് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 22,200 മാർക്കറ്റ് തിരിച്ചെത്തിയിട്ടുണ്ട്. 200 അടുത്തെത്തി. അതായത് 5% വീണ മാർക്കറ്റ് ഇപ്പോൾ വെറും 3.1% മാത്രമായിട്ട് കുറഞ്ഞു. അപ്പോൾ നല്ല റിക്കവറിയാണ്. ഒരു കൊറോണ പോലത്തെ ഒരു ക്രാഷൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ലോ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴത്തോട്ട് പോയാൽ. അപ്പോൾ അത്ര വീക്കല്ല നമ്മുടെ മാർക്കറ്റ്. 21,800 എന്നൊക്കെ പറയുന്നത് അതാണ്. എന്താ പറയാ, താങ്ങി നിർത്താനായിട്ട് ഇങ്ങനെ ഉള്ള ഒരു ലെവൽ തന്നെ. ഇനിയിപ്പോൾ ചൈനയുടെ എന്തെങ്കിലോ അല്ലെങ്കിൽ അമേരിക്കയുടെ എന്തെങ്കിലും ഒക്കെ അനൗൺസ്മെന്റ്സ് ഒക്കെ വരുവാണെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. സ്ട്രോങ് ആയിട്ടിരിക്കുക, പേടിക്കാതിരിക്കുക. നിങ്ങളുടെ കമന്റ്സും നിങ്ങളുടെ വ്യൂസും കൂടി ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യൂ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇനിയും ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്നതാണോ? പേടിച്ച് ബുക്ക് ചെയ്ത് ആരൊക്കെ ഉണ്ടെന്ന് അറിയാം, അവരൊന്നും പറയത്തില്ല, ആരെങ്കിലും പറയാം. നോക്കാം നമുക്ക്. അപ്പൊ എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നമ്മളുണ്ട് കൂടെ. ഇതിനു വലുത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കണ്ടിട്ടുണ്ട്. 12 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാൻ 2008 കണ്ടിട്ടില്ല. 2008 ശരിക്കും റിയൽ എക്സ്പീരിയൻസ് ഉണ്ടാവാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ആഫ്റ്റർ 2012 ഞാൻ ഒത്തിരി ക്രാഷസ് കണ്ടിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ ബൗൺസ് 1 ഡേ 1200 പോയിന്റ് കയറിയ സീതാരാമൻ ക്യാൻഡിൽ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. കൊറോണ ക്രാഷ് എല്ലാം ഞാൻ ഓപ്ഷൻ ട്രേഡ് ചെയ്ത ആളാണ്. അപ്പോൾ ഇതൊന്നൊരു പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. വിക്സ് 22 വരെയാണ് കയറിയത്. വിക്സ് നോർമലായി ആയിക്കോളും അടുത്ത ദിവസങ്ങളിൽ തന്നെ. ഓപ്ഷൻ ട്രേഡേഴ്സ് വിക്സിനെ കുറിച്ച് മാത്രം പേടിക്കുക. നാളെ സെൻസെക്സിൻ്റെ കേസിൽ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു പോഡ്കാസ്റ്റ് എടുക്കാൻ. ബൈ ബൈ.